ചേച്ചി വീഴാൻ ഈ ശബ്ദം ഭയങ്കര കാരണമായിട്ടുണ്ടോ? അവളെന്റെ പ്രോഗ്രാം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അത് ഒരു കണക്കിന് നല്ലതായി. അനീതി പ്രാവില്ല ശാലിനിയുടെ കൂട്ടുകാരിയായിട്ട് വന്നത്. ഹെഡിങ് ഇതാ, അനീതി പ്രാവില് ശാലിനിയുടെ കൂട്ടുകാരിയെ കണ്ടോ നോക്കി പടിയില് എല്ലാവരും എടുത്ത് നോക്കുമല്ലോ ഉടനെ. ഇല്ലാത്തപ്പോ ഞാൻ വിചാരിക്കും ഡാൻസ് പഠിച്ചാൽ എനിക്ക് 3 മക്കളുണ്ട്. മൂത്തവന്റെ പേരാണ് ഗുപ്തൻ, രണ്ടാമത്തെ മകന്റെ പേര് ദുപ്തൻ, 3ാമത്തെ മകളുടെ പേരാണ് ദുപ്തൻ. ചാലേട്ടൻ ബ്ലഡ് ഇട്ട് വരുന്നു. ഞങ്ങളുടെ മെസ്സില് തങ്കമണിയമ്മ തുടങ്ങിയതേ കരച്ചില്. ഇന്റർവ്യൂ നടന്നു തുടങ്ങിയില്ലേ തങ്കമണിയമ്മ. ചേച്ചി പറഞ്ഞു ചേച്ചി എന്നാ ഇനി ഒരു കംബാക്ക് നടത്തുന്നത്? കംബാക്ക് വീട്ടിലേക്ക് ചെയ്യുന്നൊരു ദിവസം കാത്തിരിക്കാൻ ഡാൻസ് പ്ലാൻ കാരണം വീട്ടിലെ പട്ടി വരെ അരമണ്ഡലം. അപ്പൊ ഞങ്ങള് വീട്ടില് ഞങ്ങളിങ്ങനെ ക്രൂശിക്കിടക്കിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ പഴയ സിനിമകളിട്ടിട്ട് മക്കള് കൊല്ലും. വീട്ടുകാര് ടൈറ്റ് ചെയ്തപ്പോ ഈ ഒരു ദിവസം പ്രായത്തിൽ പറയണ ഇറങ്ങിക്കോന്ന് പറയാണ്. സെപ്റ്റംബറിൽ വീട്ടിൽ പിടിച്ചു, ഒക്ടോബർ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം കുറച്ച് സ്റ്റെപ്പ് ചെയ്യണം. ഞാൻ നോക്കുമ്പോ ആളെ ഇല്ല, വന്നിട്ട് പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയിലിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നു. എവിടെയൊക്കെയോ ലാലേട്ടനെ അനുസ്മരിക്കുന്ന ഈ പറയുന്ന പോലെ ബോഡി ലാംഗ്വേജും ശബ്ദം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഈ പറഞ്ഞ പോലെ ലാലേട്ടനോട് കട്ടക്ക് നിൽക്കുന്ന ആളാണ് എൻ്റെ കൂടെ. അത്ര തന്നെ സൗന്ദര്യമുള്ള ഒരു ഭാര്യയുണ്ട് നമ്മളുടെ കൂടെ. ഹലോ, ഹായ്, നമസ്കാരം. യു ആർ വാച്ചിങ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ദിസ് ഇസ് സ്റ്റോറീസ് അൺടോൾഡ് വിത്ത് ആർജെ ഗദ്ദാഫി. വി ഹാവ് ഷാലി ശ്രീധരൻ ആൻഡ് ചാന്ദ്രി ചേച്ചി. നമസ്കാരം ചേട്ടാ. ഈ പറഞ്ഞ പോലെ എല്ലാവരും തുടക്കത്തിലേ പറയുന്നതാണ് എവിടെ കൊണ്ടൊക്കെയോ ഒരു ചായ കാച്ചിലുണ്ട് ചേട്ടന്. ലാലേട്ടന്റെ ശബ്ദവും ഈ പറഞ്ഞ പോലെ ആ ഒരു ചായയാണ് എന്നെ കുറച്ചു നാളിങ്ങനെ പിടിച്ചു നിർത്തിയത്. ഇൻഡസ്ട്രിയിലല്ല, മുന്നോട്ട് പോകാതെ പിടിച്ചു നിർത്തി. കാരണം വെച്ചാൽ പലപ്പോഴും അതായിരുന്നു നമുക്കൊരു പ്ലസും മൈനസും രണ്ടും. അപ്പൊ ഇപ്പൊ പറയുമ്പോ നമ്മൾ വിചാരിക്കും നമുക്ക് ഹാപ്പിയാണെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി നമുക്ക് പലപ്പോഴും ഹാപ്പി ആവാറില്ല. കാരണം വെച്ചാല് നമ്മളൊരു ആസ് എ ആക്ടർ, അതൊരു ലെജൻഡ് ആക്ടറിന്റെ നമുക്ക് ചായ സംസാരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് ആസ് എ സ്റ്റേജ് പെർഫോമർ. ഇൻഡസ്ട്രിയിൽ വരുമ്പോ അതൊരു ഭയങ്കര എവിടെയൊക്കെയോ ലാലേട്ടൻ്റെ ഒരു ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പേരിൽ നമ്മൾ മാറ്റി നിർത്തും. അതിപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം അമ്മൂക്കെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോ പക്ഷെ സിനിമയിൽ കാസ്റ്റിംഗിൽ വരുമ്പോൾ അത് ഈ പറയുന്ന ആ ഒരു സാമ്യം എനിക്ക് പലപ്പോഴും ദോഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ചേട്ടൻ ഭയങ്കര സൗന്ദര്യമുണ്ട്, സുന്ദരനായ ചേട്ടൻ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും നോട്ട് ചെയ്യുന്ന ഒരു കാര്യം ചേട്ടൻ ശബ്ദമാണ്. എന്റെ ദൈവം എന്ത് ശബ്ദം അത്! ഈ പറഞ്ഞ ചേച്ചി വീഴാൻ ഈ ശബ്ദം ഭയങ്കര കാരണമായിട്ടുണ്ടോ? ഇല്ല, ഈ ശബ്ദമൊന്നല്ല. അവളെന്റെ പ്രോഗ്രാം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അത് സത്യം, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഷാഡിന്റെ ഒരു മിമിക്രി ആർട്ടിസ്റ്റാന്നറിയാം. പിന്നെ അന്ന് കാസറ്റ് ഒക്കെ ചെയ്യാറ്, പക്ഷെ അതൊന്നും ഞാൻ കേട്ടു. അത് ഒരു കണക്കിന് നല്ലതായി കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ അവിടെ വെച്ചൊരു തീരുമാനം. ലാലേട്ടന് മുമ്പിൽ എപ്പോഴെങ്കിലും പെർഫോം ചെയ്യാറുണ്ട്. ഷോയ്ക്ക് ലാലേട്ടൻ, ദാസേട്ടൻ, എല്ലാവരും ഷിക്കാർ എന്നുള്ള സിനിമയുടെ ഫംഗ്ഷന് വെച്ചിട്ട് ഞാൻ പെർഫോം ചെയ്യും. ലാലേട്ടൻ പൊതുവെ അങ്ങനെ ഒരു ഇത് പറയാറില്ല. പൊതുവെ പുള്ളി മമ്മൂക്ക അങ്ങനെയുള്ള ഇമിറ്റേറ്റ് ചെയ്യുന്നവരെ മുന്നിൽ വെച്ച് പെർഫോം ചെയ്യിക്കുകയും അവർക്ക് അടുത്ത സിനിമയിൽ അവസരം കൊടുക്കുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ കാണുമ്പോൾ നമ്മളെടുത്താ അങ്ങ് പോവുകയുള്ളൂ. പുള്ളി അങ്ങനെ നിൽക്കാറില്ല. പുള്ളിക്ക് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ട്. അങ്ങനെ ചേച്ചി പറയുന്നത് നമ്മള് ഈ 90s ശാലിന്റെ സൗന്ദര്യം പറയുന്ന സമയത്തൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഓടിയിരുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. ഇപ്പൊ സുചിത്രയുടെ പേര് പറയും, നമ്മള് ശോഭനയുടെ പറയും, അതുപോലെ ഒരാളാ ചേച്ചിയുടെ. പക്ഷെ ചേച്ചിയുടെ ഈ പറഞ്ഞ പോലെ ശാലിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയിരുന്ന സിനിമ ഏതാണെന്നറിയോ? നമ്മളുടെ ദില്ലി വാല രാജകുമാരൻ വില്ലത്തി. എന്റെ ചേച്ചി ആ സിനിമ കണ്ടിട്ടില്ലേ? ഞാൻ ഇടയ്ക്ക് ഇവളുടെ യൂട്യൂബിൽ ഇടയ്ക്ക് വരും ചില സമയത്ത്. യൂട്യൂബിൽ എപ്പോഴും പുതിയ കണ്ടന്റ് ആണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നോക്കിയപ്പോ ശാലിനിയുടെ കൂട്ടുകാരി എന്നിട്ട് ഇവളുടെ ഞാനിവിടെ ഒരു കല്യാണത്തിന് പോയ എന്റെ വീഡിയോ ഇട്ടിരിക്കുന്നു. ശാലിനിയുടെ കൂട്ടുകാരി. അപ്പൊ ഞാൻ ഇപ്പൊ നീ പറഞ്ഞപ്പോ എടുത്ത് ഇനിയിപ്പോ വേറൊന്നിനകത്ത് വരും മഞ്ജുവാരുടെ അനിയത്തി. പെട്ടെന്ന് അട്രാക്ഷൻ ഹെഡിങ് ആണല്ലോ. അപ്പൊ അത് നോക്കിയപ്പോ ഇവര് പറഞ്ഞപ്പോഴും ഓർത്ത്
ആ അനീതി പ്രാവില്ല ശാലിന്റെ കൂട്ടുകാരിയായിട്ട് വന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഹെഡിങ് ഇതാ അനിയത്തി പ്രാവില് ശാലിനിയുടെ കൂട്ടുകാരിയെ കണ്ടോ നോക്കിയപ്പോ അടിയില് എല്ലാവരും എടുത്ത് നോക്കുമല്ലോ ഉടനെ ഈ പറഞ്ഞ പോലെ ഓർമ്മയുണ്ടോ നമ്മളുടെ ഈ അന്നത്തെ ഒരു 90s ഈ പറഞ്ഞ പോലെ കുറെ ആൺപിള്ളേരുടെ ഈ പറഞ്ഞ പോലെ സൗന്ദര്യ സങ്കല്പത്തിലൊക്കെ പെട്ടുന്ന ഒരാളായിരിക്കും ചേച്ചി. ദില്ലി വാല രാജകുമാരൻ, അനിയത്തി പ്രാവ്. എന്താ ഈ 90s സിനിമ ഇറ ആലോചിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് വരുന്ന ചേച്ചി ഇഷ്ടപ്പെട്ട മൂവീസ് ഏതാ ചേച്ചിയുടെ തന്നെ? എനിക്ക് ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഇഷ്ടമാണെങ്കിലും ഞാൻ പൊതുവെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തുനിന്ന് ആളുണ്ട് ചോദിച്ചാൽ ഫസ്റ്റ് പടം അനീതിപ്രാവാണല്ലേ ചോദിക്കും. അനീതിപ്രാവിന്റെ 4ാമത്തെ പടം. ഫസ്റ്റ് പടം സത്യവാമിക്കൽ പ്രേമലേഖനം, പിന്നെ ദില്ലി വാല രാജകുമാരൻ. അത് കഴിഞ്ഞിട്ട് നിയോഗം എന്നുള്ളൊരു പടം ചെയ്തിട്ടുണ്ട് സുധീഷ് ഏട്ടൻ്റെ കൂടെ. അത് പിന്നെയാണ് അനീതിപ്രാവ് ചെയ്യുന്നത്. എല്ലാം നല്ല സിനിമകളാണ്. എല്ലാം സിനിമകളും ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഞാൻ ചെയ്തൊക്കെ കഷ്ടപ്പെട്ട മിക്സ് ആക്ഷൻ കിടിലം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു മ്യൂസിക് ഗ്യാങ് പിടിച്ചു നിൽക്കാൻ വേണ്ടി അന്നത്തെ സിനിമയിൽ വരാൻ വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആ ഇറയിൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സിനിമകളിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കോംബോ ആയിട്ടുണ്ട്. അല്ലാതെ കുറെ സിനിമകൾ 90s നിങ്ങൾ അഭിനയിച്ചിട്ടില്ലേ? ഞങ്ങൾ ഒരു സമയം എത്തിയപ്പോ ഞങ്ങളുടെ സമയമായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അടുപ്പിച്ച് കുറെ സിനിമകളും സീരിയലുകളും എല്ലാവരും നിങ്ങൾ കോംബോ അടുപ്പിച്ച് അപ്പൊ നമുക്ക് മനസ്സിലായി എന്റെ സമയം നമ്മൾ പറയില്ലേ തീരാറായി. അപ്പൊ ആദ്യം കോരപ്പൻ ദ ഗ്രേറ്റ് അല്ല മായാജാലം. കോരപ്പന്റെ ഗ്രേറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതില് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇക്കയായിട്ട് മാമുക്കയുടെ മോളായിട്ട്. അത് കഴിഞ്ഞ ഉടനെ മായാജാലം തൊട്ട് അതിലും ചേട്ടൻ തന്നെ അതിൽ ഞാൻ പടത്തിലുണ്ട്, ഞങ്ങൾ കാണാൻ പരസ്പരം. അത് കഴിഞ്ഞ ഉടനെ ആഭരണച്ചാർത്ത്, പിന്നെ അത് കഴിഞ്ഞ ഉടനെ സ്നേഹസമ്മാനം എന്ന് പറഞ്ഞ സീരിയൽ. അത് ഭയങ്കര ഹിറ്റായിരുന്നു കേരളത്തില്. അതിൽ എന്റെ പേരായിരുന്നു കറക്റ്റായിരുന്നു. അപ്പൊ അതിനകത്ത് സജിയേട്ടന്റെ സീരിയല് ഒഴിവുകാലം തൊട്ട് വേറെ സീരിയലായിരുന്നു. അടുപ്പിച്ചല്ല. അത് കഴിഞ്ഞ് നളയരുതം നല്ല പടത്തിനായപ്പോ ഏകദേശം തീരുമാനം. അല്ല ചേട്ടൻ ഞാൻ ചോദിക്കട്ടെ, എന്താ ചേട്ടന് ഇത്രമാത്രം സുന്ദരിയാണ് എന്നാലും ചേച്ചിയോട് ഒരു പ്രത്യേക ഒരു ആകർഷണം തോന്നാനുള്ള കാര്യം എന്താ? ഞങ്ങൾ അങ്ങനെ പ്രണയം പറയുക, അന്നത്തെ കാലത്ത് പ്രണയം പറയുക, ഐ ലവ് യു അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ നല്ല ലൊക്കേഷനിൽ പരിചയപ്പെട്ട് അങ്ങനെ ഞങ്ങൾ കൂടുതൽ കൂടുതൽ അടുപ്പം കൂടിയപ്പോ ഫോൺ കോളുകൾ കൂടി. അന്ന് ഫോൺ കോളുകൾ മൊബൈലല്ലല്ലോ, ടെലിഫോണ്. അപ്പൊ അതിനകത്ത് പിടിച്ചു കഴിഞ്ഞപ്പോ ഒരേ നമ്പർ കാണാൻ ഭംഗിയുണ്ടായിരുന്നു. നോക്കിയുടെ ഇറങ്ങിയ സമയം. അപ്പൊ എനിക്ക് അന്ന് അച്ഛൻ വാങ്ങി തന്നു. ഈ വർക്ക് വാങ്ങി തന്നപ്പോ അന്ന് ഇൻകമിങ് ഔട്ട് ഗോയിങ്ങും ബില്ലുണ്ട്. അപ്പൊ ഔട്ട് ഗോയിങ് ബില്ല് എടുക്കുമ്പോ ഒരു നമ്പർ മാത്രമേ എളുപ്പമായി. അപ്പൊ പിന്നെ പറഞ്ഞു ഇനിയിപ്പോ വേണ്ട ശരിയാവില്ല എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അത് നേടണമെന്നുള്ള തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വാശി നമുക്ക് ആ സമയത്ത് ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു വാശിയും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം ചുമ്മാ അങ്ങ് എടുത്തതാ. ശരി നമുക്കെന്നാ അങ്ങ് ഇറങ്ങാം, വീട്ടുകാരെന്തായാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ എൻ്റെ വീട്ടിലല്ല, അവിടെ സമ്മതിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തീരുമാനിച്ച ആ സമയമാകുമ്പോ എല്ലാം നടക്കുമല്ലോ. പിന്നെ ഒരു വിളിച്ചോട്ടോ ഒരു കല്യാണം. പിറ്റേ ദിവസം രാവിലെ തന്നെ കോംപ്രമൈസ് ആയി. പിന്നെ നെക്സ്റ്റ് ഡേ എല്ലാം തീർന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമാണ്, നമുക്ക് കല്യാണം കഴിക്കണം. പക്ഷെ അത് ഒരു സമീപ ഭാവിയിലൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ വീട്ടുകാർ ടൈറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ദിവസം പ്രായത്തിൽ പറയണ ഇറങ്ങിക്കോ എന്ന് പറയുകയാണ്. സെപ്റ്റംബറിൽ വീട്ടിൽ പിടിച്ചു, ഒക്ടോബർ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ പിന്നെ വീട്ടുകാര് എതിർക്കുന്ന ഞാനും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് എന്തായിരിക്കും ചേട്ടനോട് എന്നാലും യെസ് പറയാനുള്ള ഒരു ചെയ്തോ വികാരം ഒന്ന് എന്തായിരിക്കും? ചേട്ടന്റെ സ്വഭാവമാണോ, ഏതെങ്കിലും പെർട്ടിക്കുലർ ഫീച്ചറാണോ, ക്യാരക്ടറാണോ? പ്രത്യേകിച്ച് സ്വഭാവം തന്നെയായിരിക്കും. അത് തന്നെയാണ്. ഏത് സ്വഭാവം ചേച്ചിനെ? അല്ല, ഇതിന് ഭയങ്കര കോമഡി പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ അന്നും കോമഡി വിഷയങ്ങൾ അന്നും സീരിയസ് ഒന്നും അല്ലല്ലോ. പിന്നെ ഇറങ്ങുന്നത് ഒരു ഇഷ്ടപ്പെടുന്ന സ്വഭാവമല്ല, ഒരു വിശ്വാസമാണ്. ആക്ച്വലി എനിക്ക് ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. കാരണം എന്താണെന്നുള്ള ഞങ്ങൾക്കൊന്നും അറിയില്ല. രണ്ടുപേരും ഇറങ്ങി, ഓക്കെ. പിന്നെ ജീവിതം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ജീവിതം പഠിക്കാനുള്ള കറക്റ്റ് ടൈമായിരുന്നു ആ ഒരു പ്രായം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ലൈഫ് എന്താണെന്ന് പഠിച്ചു തുടങ്ങുന്നു.
എപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവരും ഒരു കാര്യം ഒരു പരിധി വരെ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് രണ്ടായി പോകുന്ന സമയം എടുക്കുന്നില്ല. അവർക്ക് ചർച്ച ചെയ്യാനുള്ള സമയം മനസ്സിലാക്കുന്നത് ഞങ്ങളടക്കം മാരേജ് കഴിഞ്ഞ് കുറച്ച് നാളുകൾ അഡ്ജസ്റ്റ് ആവാൻ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് നാൾ ഉറപ്പായിട്ടുണ്ടാകും. അതിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്തൊക്കെയാണ് പോരായ്മകളെന്നും. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ റൊമാൻസ് ഉള്ള സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷാട്ടൻ പറയും, ഷാട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ഓക്കെ പറയായിരുന്നു പറയും. പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യം എൻ്റെ വീട്ടുകാർ പറയായിരുന്നു നിൽക്കില്ല, ഈ ബന്ധം നിൽക്കുന്നുണ്ടാവില്ല. കാരണം ഒന്നാമത് രണ്ടുപേരും ലൈഫ് സ്റ്റൈൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നിൽക്കാൻ വഴിയില്ല എന്നുള്ള പോലെ ഒരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. പിന്നെ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ, കുറേ ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഒരുപാടുണ്ടായിരുന്നു. അത് പക്ഷെ അതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പം നമ്മുടെ പുതിയ ജനറേഷനിൽ ഇങ്ങനെ കുട്ടികളുടെ പാരൻസ് നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ മക്കളായിക്കോട്ടെ പറയും കല്യാണം കഴിഞ്ഞ് എപ്പോഴും വഴക്കാന്ന് പറയുമ്പോൾ ഞാൻ പറയാം അത് പറയണ്ട, അത് ശരിയാവും, നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകണ്ട. കാരണം നമ്മളൊക്കെ അത് കഴിഞ്ഞ് വന്ന ആൾക്കാരെ, കാരണം അത് രണ്ട് വ്യക്തികൾ ചേരുന്നതിൻ്റെ അവർ ശരിക്കും അറിയുന്ന ആ സമയത്താണല്ലോ. അപ്പൊ അത് ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, അതവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വരണം. അതിൽ നമ്മൾ പോയി പാരൻസ് പോയി ഇടപെട്ടാൽ അതവിടെ ഇതാവും. ഞാൻ എപ്പോഴും പറയാം അതിന്റെ കാരണം അത് കടന്നു വന്ന രണ്ട് വ്യക്തികളാണ്. മറ്റേ ഡയലോഗ് എനിക്ക് ഓർമ്മ ക്ഷമമാണ്, സമയം എടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ അതിനിടയിൽ മറ്റുള്ളവർ ഇടപെടാതിരിക്കുക. ഇടപെട്ട് കഴിയുമ്പോൾ ബന്ധങ്ങൾ ഒന്നുകൂടെ വഷളാകും. കാരണം രണ്ടുപേരുടെ ടേസ്റ്റുകൾ രണ്ട് തരത്തിലാണ്. ആ രണ്ടുപേർ തമ്മിൽ ഒന്നാകുമ്പോൾ അത് ഒരു ടേസ്റ്റിലേക്ക് എത്തുന്നതിന് ഇടയിൽ വേറെ ഏതൊക്കെയോ ടേസ്റ്റുള്ള ആൾക്കാർ വന്നതിനിടയിൽ മിക്സ് ആയ കുഴപ്പമാകും. അപ്പൊ അത് ആയാലും ഒരു പരിധിവരെ ഇപ്പോഴത്തെ ഡിവോഴ്സ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാലും കൂടുതലും ആദ്യ തുടക്കകാലത്ത് എപ്പോഴും എല്ലാവർക്കും ആ റിയാലിറ്റിയും അത് രണ്ടും രണ്ട് തന്നെയാണ്. നമ്മൾ പ്രണയിക്കുമ്പോൾ എല്ലാം ഹൈഡ് ചെയ്തിട്ടല്ലേ നമ്മൾ മാക്സിമം ചെയ്യുക. തുടക്കകാലത്ത് ചേച്ചിക്ക് എപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരനും നമ്മളോട് ഇങ്ങോട്ടൊരു ചായ ഉണ്ട് എന്നുള്ള ചേച്ചിക്ക് എപ്പോഴാണ് സിഗ്നൽ കിട്ടി തുടങ്ങിയത്? ഏതൊരു നമ്മളോട് സംസാരിക്കാൻ വരുമായിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയാ മനസ്സിലായത് പുള്ളിക്കാരനൊരു ഉണ്ട് സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന്? സംസാരിക്കുമായിരുന്നു ചേട്ടാ? ചീട്ട് കളിക്കാൻ ലൊക്കേഷനിൽ എല്ലാവരും കൂടി ഫിലോമിനാംസി ഉണ്ട്. അപ്പൊ പുള്ളിക്കാരി വിളിക്കും, എല്ലാരെയും വിളിക്കും, എല്ലാരും കൂടി ഇരുന്ന് കളിക്കാൻ പറയും. അപ്പം ഒരു ദുശീലത്തിൽ നിന്നാണ് ഞങ്ങൾ നടക്കുന്നത്. ചീട്ട് കളിച്ച് പ്രേമിക്കുന്നത് നിങ്ങളായിരിക്കും. ഫിലോമിനാംസി റൂമിൽ എല്ലാരും കൂടി ഇരുന്ന് കളിക്കും. അങ്ങനെ അവിടെ പിന്നെ സ്നാക്സ് വാങ്ങിക്കൊണ്ടുവരും ഷാട്ട്. സ്നാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പപ്സും സമൂസയൊക്കെ വാങ്ങിച്ചു വരും. അപ്പോഴൊക്കെ ചീട്ട് കളിക്കുമ്പോഴൊക്കെ ചേട്ടൻ്റെ ഉള്ളിലുണ്ടോ? ചീട്ട് കളിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, ചില നോട്ടം പറയുമ്പോ വായ്നോട്ടം എന്ന് പറയില്ല. അപ്പൊ ഈ റൗണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരും എല്ലാവരും കളിയിലാണുള്ള ശ്രദ്ധ. അപ്പൊ നമ്മള് ചേട്ടന്റെ ശ്രദ്ധ ഇവിടെയായിരുന്നു. കളിക്കുമ്പോഴൊക്കെ ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ പുള്ളിക്കാരന്റെ നോട്ടത്തിൽ നിന്നൊക്കെ ഉണ്ട്? മനസ്സിലാവുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിക്ക് എപ്പോഴാണ് ഇഷ്ടമായി തുടങ്ങിയത്? പിന്നെ ഈ ഫോൺ വിളിയൊക്കെ തുടങ്ങിയപ്പോഴാണ്? ഫോൺ വിളി രണ്ട് വർക്ക് കഴിഞ്ഞിട്ടല്ലേ? 2 വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ കാഷ്വലി നല്ല ഫ്രണ്ട്സായിട്ട് സംസാരിക്കും, എല്ലാ കാര്യങ്ങളും സംസാരിക്കുമല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മൾ തിരിച്ച് സംസാരിക്കുന്ന ഒരാളുടെ ഇഷ്ടം ഉണ്ടെന്നും നമ്മൾ തിരിച്ചറിയും. നമ്മൾ പറയാതെ പറയുന്നതാണ് പ്രണയം എന്നാണ് നമ്മളെല്ലാവരും തമാശക്ക് പറയുന്നത്. അതാണ് അതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓപ്പോസിറ്റ് ഇപ്പൊ ഒരു പെൺകുട്ടിക്കോ ഒരു ആൺകുട്ടിക്കോ നമ്മളോട് എന്തൊരു പരിഗണന ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുമല്ലോ. അതില് മൂമെന്റ് അറിയാം. നമ്മൾ ചിലപ്പോൾ അവർ നമ്മൾ നോക്കുന്നുണ്ടാവില്ല, പക്ഷെ നമുക്കറിയാം അവർ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത്, നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഓരോ കാര്യങ്ങളിലും അങ്ങനെ തന്നെ. അന്ന് ഇത്രയും അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അവസരങ്ങളില്ല. ഇപ്പത്തെ കുട്ടികൾക്കുള്ള അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് എന്നുവെച്ചാൽ എനിക്കൊന്ന് ലെറ്റർ കത്ത് അയക്കായിരുന്നു. ആദ്യത്തെ കത്ത് എപ്പോഴാ? ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിയില്ല. കത്ത് ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് എന്റെ ഫ്രണ്ടിന്റെ അഡ്രസ്സിലേക്ക് അയക്കായിരുന്നു. ഞാൻ കോളേജിൽ പോകും. വീട്ടിലെ പ്രശ്നമായിട്ട് ഭയങ്കരമായിട്ട് എന്നെ കാണാനൊന്നും പറ്റാത്തൊരു അവസരത്തില് വീട്ടുകാർ പറഞ്ഞു എവിടേക്കും പെർമിഷൻ ഇല്ല, ഞങ്ങൾ കാണാനേ പറ്റില്ലാത്തൊരവസ്ഥയിൽ ഇവളും ഫാമിലിയും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
റോട്ടില് ബ്ലോക്കായി ഒരു വണ്ടി ബ്ലോക്ക് ആകുമ്പോൾ അതിന് മുന്നിൽ എന്റെ അപ്പൊ ചില സിനിമയിലെ ഗ്ലാസ്സിൽ കൂടെ അത് പറയാനും പറ്റും. ഞാൻ അപ്പുറത്തെ ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുന്നത്. വീട്ടില് ഇഷ്യൂ പിടിച്ചു എന്റെ വീട്ടിൽ പിടിച്ചു. അപ്പം അത് ഷാർട്ടിനോട് അറിഞ്ഞോ? ആ സമയത്ത് അറിഞ്ഞു. പക്ഷെ ഒന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും എൻ്റെ കയ്യിൽ ഫോണില്ല, ഒന്നുമില്ല, കോണ്ടാക്ട് ചെയ്യാൻ വഴിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ അവളുടെ കല്യാണം ഫാമിലിയായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ സംസാരമൊന്നുമില്ല, വീട്ടിലാരും എന്നോട് മിണ്ടുന്നില്ല എന്ന് വെച്ചാൽ അവരും മിണ്ടാത്തതല്ല, ഞാൻ സങ്കടം ഭാവിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പം വന്ന് പെട്ടെന്ന് റോഡ് ബ്ലോക്കായി. പിന്നെ നമ്മൾ എന്താണെന്ന് ശ്രദ്ധിച്ചത് അവിടെ എന്തോ തിരക്ക്. എന്റെ വണ്ടിയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. മുമ്പ് ഷാർട്ട് കൊണ്ട് നടക്കുന്ന അഭിനയിച്ചോണ്ട് ഷാർട്ടിന് അറിയില്ല വണ്ടിക്കകത്ത് ഞാൻ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അച്ഛനിങ്ങനെ തിരിഞ്ഞെന്നിങ്ങനെ നോക്കുന്നുണ്ട് ഫ്രണ്ടിൽ. അപ്പൊ ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. അമ്മയും പെട്ടെന്ന് ടെൻഷനായി. കാരണം വീട്ടിലെ വർത്താനമൊക്കെ എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പോയേക്കും എന്നുള്ള പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയോന്ന് അറിയില്ല. അന്നങ്ങനെ അത് ഭയങ്കര ടെൻഷനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം ഇത്രയും പ്രഷറിന്റെ ഇടയിൽ ഈ മനുഷ്യനെ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അന്ന് ശരിക്കും. ഇൻഡസ്ട്രിയിൽ ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ പ്രേമത്തെ പറ്റി അറിയുമായിരുന്നോ? അറിയുമായിരുന്നു. ചേച്ചിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയായിരുന്നു? അപ്പൊ രഹന ചേച്ചിക്കൊക്കെ അറിയുമായിരുന്നു. ഇവരെല്ലാം കൂടെ ആ സമയത്ത് വാഴുന്നോർന്നുള്ള പടം. വാഴുന്നവരല്ല, പക്ഷെ വാഴുന്നവരല്ല ചേട്ടാ, സമയം സീരിയല്. സീരിയലൊക്കെ അതിനു മുമ്പ് സംയുക്തവരൊക്കെ അത് ഇത് അല്ല. ശരിക്കും പറഞ്ഞ ലൊക്കേഷനില് വീട്ടിലൊക്കെ പിടിച്ചു കഴിഞ്ഞ സമയത്ത് കോണ്ടാക്ട് ഒന്നുമില്ല. അപ്പം സമയം എന്നുള്ള സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ രഹനയ്ക്കൊക്കെ അറിയാം. അപ്പോൾ അവിടെ ഒരു വീട്ടിലെ ഫോണുള്ളൂ, അവിടെയാണ് കോളുകളെല്ലാം വരിക. സംസാരിക്കാൻ വഴിയില്ല. അപ്പോൾ ചേച്ചി ഈ നമ്പർ കൊടുക്കുക, ഷാച്ചനോട് വിളിക്കാൻ പറ എന്നൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് സംസാരിക്കും. അപ്പോൾ നമ്മുടെ ശ്രീനാഥേട്ടൻ, ഗണേശേട്ടൻ അവരെല്ലാവരും ഉണ്ട് ലൊക്കേഷനിൽ. അപ്പോൾ ശ്രീനാഥേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ സമയം. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ശ്രീനാഥേട്ടൻ പറഞ്ഞു ചേച്ചിയെ കൊണ്ടുവന്നു പ്രാവശ്യം ലൊക്കേഷനിൽ വിളിച്ച് കൊണ്ടുവന്നു. കൊണ്ടുവന്ന് അന്ന് എൻ്റെ തിരിച്ചു പോയി. ഒരു ദിവസം എന്നോട് പറഞ്ഞു എന്താണ് ഇതാ അവള് വിളിക്കണോ, നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഫോൺ കൊണ്ടു തന്നു. നോക്കുമ്പോൾ ഷാർട്ടിനാണ് ഫോണിൽ. അങ്ങനെ ശ്രീനാഥന്റെ ഫോണിൽ ഷാർട്ട് വിളിക്കായിരുന്നു. അപ്പൊ ശ്രീനാഥേട്ടൻ അറിയായിരുന്നു, രഹനയ്ക്ക് അറിയായിരുന്നു, ഗണേശേട്ടൻ അറിയായിരുന്നു. ഗണേശേട്ടൻ അച്ഛനോട് സംസാരിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടമാണ്. അപ്പോഴാണ് പറ്റില്ലെന്ന് പറഞ്ഞു. വളരെ കൂളായിട്ട്. സംയുക്ത ചേച്ചിക്ക് അറിയായിരുന്നു ആ സമയത്തൊക്കെ? ഇല്ല, സംയുക്തയുടെ രണ്ടാമത്തെ പടം. സംയുക്തയുടെ രണ്ടാമത്തെ പടം ആ സമയത്ത് അറിയില്ല, സംയുക്തയ്ക്ക് അറിയില്ല. ഇനി പറഞ്ഞ പോലെ നിങ്ങളെ പിന്നെ കുറച്ചുകൂടെ വൈറലാക്കിയതും നിങ്ങളെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് കുറച്ചും കൂടെ സ്വീകാര്യത കിട്ടിയത് ഈ പറഞ്ഞ പോലെ ടിക്ടോക്ക് വന്നതിന് ശേഷമാണ്. എന്റെ ചേട്ടാ, നമ്മൾ ഈ പറഞ്ഞ പോലെ ചേട്ടൻ ഇന്റർവ്യൂസിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളെ കാണുന്നു. പക്ഷെ ചേട്ടന്റെ ഈ എന്താ പറയാ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കണ്ടു തുടങ്ങിയത് ടിക്ടോക്കിലൂടെയാ. ടിക്ടോക്കിലേക്ക് എപ്പോഴാണ് ഇറങ്ങാൻ തീരുമാനിച്ചത്? പിള്ളേരാണോ? കോവിഡ് സമയത്ത് പിള്ളേർ ഇറക്കിയതാ. നമ്മള് ടിക്ടോക്കിനെ കുറിച്ച് കോവിഡിന് മുമ്പ് പിള്ളേർക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പിള്ളേര് ഒടുക്കത്തെ ടൈമിംഗ് ആണ് അവർക്ക്. പക്ഷെ നമുക്ക് അത്രയും എത്തില്ല. അവര് വിത്തിൻ സെക്കൻഡ്സ് ആണ് അവർ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ അവർ പെട്ടെന്ന് പഠിക്കുക എങ്ങനെയാണ് ഇതിന്റെ വശങ്ങൾ, ഇതിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കൂട്ടത്തിൽ അവർക്ക് ഫേമസ് ആവാൻ വേണ്ടി അവര് എന്നെ ഉപയോഗിച്ചത്. അത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് ഞാനാണ് ഹീറോ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയത്. പക്ഷെ അവരാണ് ആക്ച്വലി അവര് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾ വരും, അടുത്ത ആൾ വരും, അങ്ങനെ മാറി മാറി. കോവിഡ് ടൈം ആയപ്പോൾ അതങ്ങനെ. പിന്നെ ടിക്ടോക്ക് നിർത്തിയപ്പോൾ അപ്പോഴേ മില്യൺ വ്യൂവേഴ്സ് ആയിരുന്നു അവർക്ക്. അപ്പോൾ ഭയങ്കര വൈറലായിരുന്നു. നിർത്തിയ സമയത്ത് ടിക്ടോക്ക് നിർത്തിയപ്പോൾ അവരങ്ങ് പിന്മാറി, മാക്സിമം മാറി. ഇപ്പൊ റീൽസ് ഒക്കെ കുറവാണ്. എപ്പോഴെങ്കിലും ആ സമയത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴേ ടിക്ടോക്ക് എന്നോട് പറയാന്ന് വെച്ചാലേ ടിക്ടോക്കില് മറ്റേ ഗംഭീരമായിരുന്നു കേട്ടോ. ഞാൻ 10-200 സിനിമയാണ് ടിക്ടോക്ക് നന്നായിരുന്നു, ഉക്കറായിരുന്നു. മക്കള് അവര് പൊളിയാണെന്നും അവരെ കൂടെ നന്നായിരുന്നു പറയുന്നു. ഞാൻ വിചാരിച്ചു അങ്ങനെ കരിയറിൽ ഞാൻ ആലോചിച്ചു ഇത്രയും സിനിമകൾ കേട്ട് ഒരു സിനിമ പോലും പറയാതെ ടിക്ടോക്ക് നന്നായിരുന്നു. ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഇച്ചിരി വൈറലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരട്ടെ. ചേട്ടന് ഈ പറഞ്ഞ പോലെ അതിനെ പറ്റിയുള്ള മെമ്മറി. നീ വനവലാകയായി പാടുന്നു, വനവലാകയായി പാടുന്നു. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ.
സത്യമായിട്ട് ഈ വനവലാക എന്ന് വെച്ച സംഭവം എന്താ അറിയോ? എനിക്കറിയില്ല. നീ പറഞ്ഞ പോലെ ചേട്ടൻ അടുത്തൊരു സാധനം ഈ പറഞ്ഞ പോലെ ഇച്ചിരി വൈറലായ സാധനമാണ് അടുത്തത്. ഇതെന്താ നിങ്ങളുടെ വീട്ടിലാണോ? അല്ല, ഇത് പുറത്ത് ഒരു പറമ്പിക്കുളത്താ. പറമ്പിക്കുളം. അത് അവിടെ നിന്ന് മയിലുകളൊക്കെ വന്ന് നമ്മളുടെ കയ്യിൽ വന്ന് കഴിച്ചുകൊണ്ട് പോകും. പക്ഷെ അവർക്ക് ആദ്യം ഒരു അടുക്കാൻ ഒരു ഡിസ്റ്റൻസ് വെക്കും, പിന്നെ അവർ മെല്ലെ 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 അടുത്തേക്ക് എത്തും, നമ്മുടെ അടുത്തേക്ക് എത്തും. പക്ഷെ കൊത്തുന്നത് ഭയങ്കര ഷാർപ്പാണ്. കൈക്കകത്ത് കാണുമ്പോ എക്സ്പ്രഷൻ ഇല്ലെന്നേ ഉള്ളൂ. അവര് കൊത്തുന്ന ഈ പാമ്പിലേക്ക് കൊത്തിയെടുക്കുന്നതാണല്ലോ. അപ്പൊ ഇതങ്ങ് കൊത്തിയാൽ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങുന്ന പോലെ തോന്നും. പക്ഷെ ഭയങ്കര കുറച്ച് കഴിഞ്ഞാൽ അവർ അടുക്കും. വളരെ എല്ലാ മൃഗങ്ങളും അങ്ങനെയൊക്കെ തന്നെ അവിടെ നിറയെ ഉണ്ടല്ലോ, എല്ലാ ആനിമൽസും ഉണ്ട്. ചേട്ടൻ ഈ മനുഷ്യ സ്നേഹം പോലെ തന്നെ ചേച്ചിയോടുള്ള പ്രണയം പോലെ തന്നെ പറഞ്ഞ പോലെ മൃഗങ്ങളോട് ഇച്ചിരി സ്നേഹം കൂടുതലല്ലേ? എനിക്ക് എല്ലാം പാമ്പ് മാത്രമേ പേടിയുള്ളൂ. പാമ്പ് ഒരു പരിധി വരെ പേടിയാണ്, ബാക്കി ഒന്നും പേടിയില്ല. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കിയ സമയത്ത് ഫുള്ള് കുറെ പട്ടിക്കുട്ടികളുടെ കൂടെയുള്ള ഏതാണെങ്കിലും ഒരു പരിധി വരെ അറ്റാക്ക് ചെയ്യലും തോന്നിയാൽ ഞാൻ ഏത് അതാണെങ്കിലും ഞാൻ അടുത്ത് പോകും. നമുക്ക് ആ ഒരു മൂവ്മെന്റ് കാണുമ്പോ അറിയാലോ. അതുകൊണ്ട് എനിക്ക് ഈ മനുഷ്യനോട് എടുത്തിട്ട് ഇങ്ങനെ കാട്ടിലൊക്കെ പോകാൻ പേടിയാണ്. ഏതെങ്കിലും എടുത്തിട്ട് വരുമോ? വേഗം അടുത്ത് പോകുമല്ലോ. കാട്ടുപോത്തൊക്കെ അടുത്ത് ചില കാട്ടുപോത്ത് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അല്ല, പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടി അടിച്ചാൽ നമ്മൾ തീരും. ഒരു കാറൊക്കെ അങ്ങ് ഇതായിക്കോളും. കാരണം ഒരു 900 കിലോയ്ക്ക് മിനിമം ഉണ്ടാവും ഒരു കാട്ടുപോകുന്ന. പക്ഷെ അവര് മേഞ്ഞ് നടക്കുന്ന സമയത്ത് അവരിങ്ങനെ നോക്കുള്ളൂ. നമ്മൾ അവരെ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്താൽ മാത്രമേ ഇതാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മാക്സിമം കാടുകൾ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ യാത്ര ചെയ്യും, രാത്രിയൊക്കെ ഫുൾ നൈറ്റ് ട്രാവൽ ചെയ്യും, നന്നായിട്ട് ഫുഡും കഴിക്കുന്നു. ഞാനിങ്ങനെ ഞങ്ങൾ 4 പേരും കഴിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ, നല്ല ഫുഡുള്ള സ്ഥലം. ഞങ്ങളുടെ ടെൻഷൻ വരുന്ന സമയങ്ങളിൽ ഞങ്ങള് ഒരു 5 കിലോമീറ്ററെങ്കിലും ഒന്ന് യാത്ര ചെയ്യും. എന്ന് വെച്ചാൽ പറയാം, ഇന്നിപ്പോ ഭയങ്കര ബോർഡിച്ചു അല്ലെങ്കിൽ ക്ലാസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് വീടിന്റെ തൊട്ടടുത്ത് വരെ ഒരു വെറുതെ ഞാൻ പറയും ചേട്ടാ നല്ല ടയർഡ് ചേട്ടാ പുറത്ത് പോവാൻ, ക്ലാസ് കഴിഞ്ഞ് ടയർഡ് ആണെങ്കിൽ. അപ്പൊ ചിലപ്പോ ഞാൻ ഇട്ടിരിക്കുന്ന ആ കൂറ ഡ്രസ്സായിരിക്കും, ഇവര് നീ കയറിയിരിക്കാം. വണ്ടി പോണത് നേരെ പോയിട്ട് വണ്ടിക്കകത്തേക്ക് ഭക്ഷണം എടുപ്പിക്കും. ചിലപ്പോ ഞാൻ ബോർഡ് ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മള് വണ്ടിക്കകത്ത് അവര് തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം എടുത്തു തരും, കഴിക്കും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ പറയും ഒരു ദിവസം നമുക്ക് മാറി നിൽക്കണമെന്ന് തോന്നുമ്പോൾ 3 കിലോമീറ്ററേ ഉള്ളൂ ടൗണിലേക്ക്. നമ്മൾ ആ ടൗണിൽ ഒരു റൂം എടുത്താൽ മതി. ഒരു ഹോട്ടലിലേക്ക് മാറിയാൽ നമ്മൾ ആ ഫീൽ ഉണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ ഇവിടെ നിന്ന് കയറിയിട്ട് ജർമ്മനിയിൽ പോയിട്ട് താമസിക്കണമെന്നില്ലല്ലോ. അവിടുത്തെ ഒരു നല്ല ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് മാറുമ്പോൾ നമ്മുടെ പകുതി കാര്യങ്ങളെല്ലാം മാറും. രാവിലെ മോർണിംഗ് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അതെല്ലാം കഴിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്യും നമ്മളൊരു ദിവസം. അതുകൊണ്ട് അത് ഭയങ്കര ഉഗ്രൻ ഐഡിയ ആണ്. എങ്ങും ദൂരെ പോകണമെന്നില്ല, നല്ല ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലിൽ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്ത് തിരിച്ചു വന്നാൽ മതി. നിങ്ങളുടെ രണ്ടുപേരും കൂടെയുള്ള യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ട്രാവലിംഗ് സ്പോട്ട് ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ടുകൾ നമുക്ക് ട്രാവൽ കാരണം തണുപ്പ്, എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഊട്ടി കൊടൈക്കനാലൊക്കെ ഞാൻ സ്ഥിരം പോകുന്നതാണ്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചളയും. ഞാൻ കല്യാണത്തിന് മുമ്പ് ഊട്ടിയിലാകെ ദില്ലിവാല രാജകുമാരന്റെ ഷൂട്ടിങ്ങിന് പോയത്. പക്ഷെ ആ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരു ദിവസമാണ് ഊട്ടി കറങ്ങിയത്. അന്ന് ഞാനും മഞ്ജുവിൻ്റെ അമ്മയും എൻ്റെ അമ്മയും കൂടി ഞങ്ങൾ ഒരു ദിവസം ഒന്ന് ഊട്ടി കറങ്ങാൻ പോയി. അതാണ് ഊട്ടി കണ്ടതിൻ്റെ ഓർമ്മ. പിന്നെ ഞാൻ പോകുന്ന ഷാഡിൻ്റെ കൂടെയാണ്. അയ്യോ, ഞാൻ ഊട്ടി വെറുത്തു. ഈ ആൾക്കാർ സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ട് ഊട്ടി കൊടൈക്കനാലും ഈ 2 സ്ഥലത്തല്ല ഇവരുടെ അവിടെ നിൽക്കേണ്ട കാര്യം. ഞാൻ നിന്ന് ഫോട്ടോ എടുപ്പായിരിക്കും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഊട്ടി സന്ധ്യയാവും. ആദ്യം ഞാനും ഉള്ള ഫോട്ടോസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ സൈഡിലും ആൾക്കാർ വന്നിങ്ങനെ, അത് ഒരു ഇതായിട്ടില്ല പറഞ്ഞത്. പക്ഷെ നമുക്കൊരു പ്രൈവസി ഇല്ല, ഒട്ടും കിട്ടില്ല. ഫാമിലി ആയിട്ട് പോകുമ്പോ പിന്നെ ഒരു പരിധി വരെ നമ്മൾ നോന്ന് പറയാറില്ല. അപ്പൊ എല്ലാവരോടും നമ്മൾ അപ്പൊ എന്താ വെച്ചാൽ നമുക്കിത് കിട്ടുന്നത് നമുക്ക് വലിയ കാര്യമല്ല. ഇപ്പൊ ഊട്ടി പോയിട്ട് ഒരു പ്രാവശ്യം പോയിട്ട് ഫോട്ടോ ഒന്നും ഞങ്ങൾ എടുത്തില്ല, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഷാട്ടാ ഇനി പോകുമ്പോൾ നമ്മൾ അവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ടാവുമല്ലോ, അയാളെ കൊണ്ട് എടുപ്പിക്കാം. അപ്പൊ അയാള് നെക്സ്റ്റ് ടൈം പോയപ്പോ അയാളോട് ഒരാളെ ഏൽപ്പിച്ചു. അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ ഈ വന്ന് നിൽക്കുന്നത് അയാളുടെ ഇവളില്ല, എല്ലാ ഫോട്ടോയും ആ ഫോട്ടോഗ്രാഫർ ഞങ്ങൾ വേറെ ആൾക്കാർ. എന്നിട്ട് അയാള് പറഞ്ഞു, ഈ സോറി നിങ്ങളെ വേറെ ആളെ നോക്കുള്ളൂ എന്ന് പോയി. കാരണം അയാൾക്ക് അയാളുടെ പണി നടക്കുന്നില്ല, ഞങ്ങളെ ഫോട്ടോ ഇല്ല. ഇനി ഞാനൊരു ക്ലീശ ചോദിക്കട്ടെ. അതായത് ചേട്ടനെ കാണുമ്പോൾ ഒക്കെ ആരാധകർ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, ചേച്ചി എന്നാ ഇനി ഒരു കംബാക്ക് നടത്തുന്നത്? അതായത് ഇപ്പൊ മഞ്ജു വാര്യർ വന്നു, സംയുക്ത ആഡ്സ് ഒക്കെ ചെയ്തു തുടങ്ങി, ഇവരുടെ ചേച്ചി കംബാക്ക് നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട്. കംബാക്ക്
വീട്ടിലേക്ക് ചെയ്യുന്ന ഒരു ദിവസം കാത്തിരിക്കാൻ ഞാൻ. കിട്ടാറില്ല. കിട്ടാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ബാക്കിൽ ഒന്നാമത് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും, നമ്മളെ വീട്ടിലെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇത് കൂടാതെ ഇടയ്ക്ക് ചാരിറ്റി പോലെ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 50 കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത ഫ്രീ ആയിട്ട് അവർ ക്ലാസ്. മൊത്തത്തിൽ ഊണ് കഴിക്കാനും വരാൻ പോലും ഞാൻ ആക്ച്വലി സിനിമയിലേക്ക് തിരിച്ചു വന്നാലോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ചോദിക്കേണ്ട 4 മണിക്കൊക്കെ വന്ന് കഴിക്കാൻ പ്രോപ്പറായിട്ട്. അല്ല പിന്നെ രാത്രി എല്ലാം കഴിഞ്ഞ് ഒരു 11 മണിയാവും. അപ്പോൾ അങ്ങനെ ഉള്ള ടൈറ്റ് ഷെഡ്യൂൾ ഇപ്പം അടുത്ത കാലത്തായതാണ്. ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം തിരക്കുള്ളതാണ് നല്ലത്, ഒരു മനുഷ്യന് എപ്പോഴും ബിസി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഉറക്കം വളരെ കുറച്ചേ ഉള്ളൂ. കാരണം അത്രയും നൈറ്റ് ഈ കാനഡയിലുള്ള കുട്ടികളൊക്കെ 4 മണിക്കൊക്കെ പുലർച്ചെ അവിടുത്തെ ടൈമിംഗ് എല്ലാം. അപ്പോൾ അത് സജീവമായിട്ട് നടക്കുമ്പോൾ ഞാനും വിചാരിക്കും ആക്റ്റീവാണല്ലോ, നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും. പക്ഷെ ഡാൻസ് പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ പലപ്പോഴായിട്ട് ചില ഓഫറുകളൊക്കെ വരും, ആഡ്സ് ഒക്കെ വരും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ആഡ്സ് ഒക്കെ വരും. ആഡ്സ് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടല്ലേ നിങ്ങൾ? അത് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വരുമ്പോഴും ഞാൻ സുബിയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ മരിച്ചുപോയ. അപ്പോൾ ഞാൻ പറയുമെങ്കിലും പക്ഷെ പുള്ളിക്കാരത്തേക്ക് അതിലൂടെ ഇതില്ല. ഞാൻ സെലിബ്രിറ്റി മാരേജുകളും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ വരുമ്പോഴും മാക്സിമം പുറകോട്ട് നിൽക്കും, വരില്ല. പക്ഷെ സിനിമയുടെ വിശേഷങ്ങളെല്ലാം വീട്ടിൽ അറിയുന്നുണ്ട്, വരാം. ആർട്ടിസ്റ്റുകളെല്ലാം വീട്ടിൽ വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓരോരോ ആർട്ടിസ്റ്റുകളായിട്ട് വീട്ടിൽ വരും, ഞാനുമായിട്ടുള്ള ബന്ധം വെച്ച്. അപ്പൊ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അല്ലാതെ ഫംഗ്ഷനൊന്നും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്താ ചേച്ചി ഒന്നും കാണാതെ ഫംഗ്ഷനിലോട്ടൊന്നും വരാത്ത കാര്യം? എന്ത് ഫംഗ്ഷനുകൾ വരുന്നത് ഞാൻ കുറവാ, വളരെ കുറവാ. ഡാൻസിന്റെ പരിപാടികൾക്കാണെങ്കിൽ എവിടെ വേണമെങ്കിലും അവരുടെ ഒരു എന്താണ്. ഞാൻ പൊതുവെ ഇല്ലേ എന്നോട് ഒരു അമ്മയുടെ മീറ്റിങ്ങിന് വന്നോണ്ട് അതെന്താ അത് ഞാൻ ഒന്നുമില്ല. ഇനിയിപ്പോ ഞാൻ അഭിനയിക്കാത്തത് കൊണ്ടാണോ എനിക്കങ്ങനെ ഒരു ഇതുള്ളത് ഒരു തോന്നുന്നു. പക്ഷെ പഴയ ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും ആ പഴയ ഒരു സൗഹൃദം തന്നെയായിട്ട് എല്ലാവരും കാണിക്കണത്. പക്ഷെ ഞാനെപ്പോഴും മടിച്ച് ബാക്കിലേക്ക് നിൽക്കും, അതാണ് സത്യം. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രയോറിറ്റി എൻ്റെ ക്ലാസ്സാണ്, അതാണ് മെയിൻ ഇത്. കാരണം ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കുന്നതിന് മുമ്പ് എനിക്ക് ക്ലാസ് ഉണ്ട്, പിന്നെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. പിന്നെ അപ്പോൾ ക്ലാസ് ഒന്ന് കുറച്ച് സ്റ്റോപ്പ് ചെയ്തില്ല, പകരം ഒരാളെ വെച്ചിട്ടും ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞൊരു 3 years ഞാൻ ഒന്നും ചെയ്തില്ല, ക്ലാസ്സും ഇല്ല അഭിനയവും ഇല്ല ഒന്നുമില്ല. പിന്നെയാണ് മെല്ലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് 5 കുട്ടികളെ വെച്ച് തുടങ്ങിയ ക്ലാസ് ഇപ്പൊ 500 കുട്ടികളുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു ലെവലിലേക്ക് അത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു ക്ലാസ്. കാരണം ഞാനവിടെ പാലക്കാട് ചെല്ലുമ്പോൾ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, നമ്മൾ അതിൻ്റെ ഇടയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ ഈ ഞാൻ കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാത്ത കുറേ പേരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് കുട്ടികൾ കൂടുതൽ സിനിമാ നടി ആയതുകൊണ്ടാണ്, ഹസ്ബൻഡ് സിനിമാ നടനാണ് അങ്ങനെ. അപ്പോൾ എനിക്കത് എൻ്റെ ഒരു പ്രൊഫഷനോട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ബേസിക്കായിട്ട് പഠിച്ച ആൾ തന്നെയാണെന്ന് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സീനിയേഴ്സായിട്ട് പഠിച്ച ആൾക്കാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പോലും എന്നെ അറിയാത്ത പോലെ അവർ സിനിമാ നടിയുണ്ട് ഇത്രയും കുട്ടികൾ അവർക്ക് എന്ന് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഒരേ വർഷങ്ങളിൽ പഠിച്ച ആൾക്കാരാണ് കലാമണ്ഡലത്തിൽ. അങ്ങനെ പറഞ്ഞ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആവശ്യമായിരുന്നു അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ എഫേർട്ടും ക്ലാസ്സിലേക്കാണ്. ഞാൻ വിചാരിക്കും ഡാൻസ് പഠിച്ചാൽ സത്യം പറ, ഇത്രയും ഇപ്പോ ചേച്ചി ഡാൻസ് ചെയ്യുന്നുണ്ട്, പിള്ളേർ ഡാൻസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു മുദ്ര ചേട്ടൻ അറിയോ? എനിക്ക് ഒരു മുദ്ര ചേച്ചി പഠിച്ചു? ഒരു മുദ്ര ഇങ്ങനെ മുദ്ര അറിയാം. യാത്രയാകുമ്പോ മുദ്രകളാണ് വീട്ടിലാകെ പഠിച്ചിരിക്കുന്നത്. പതാക എന്ന് പറഞ്ഞൊരു മുദ്രയില്ലേ ചേച്ചി? അടുത്ത പതാക, തൃപ്പതാക. അല്ല എന്റെ പൊന്നു ചേട്ടാ നാറ്റിക്കരുത്. പക്ഷെ എനിക്ക് ഇതൊന്നല്ല എനിക്ക് അത്ഭുതം വെച്ചാലേ, ഞാൻ വീട്ടിൽ വന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ ശരിക്ക് മുണ്ടൂർ എന്നുള്ള ഗ്രാമത്തിലാണ്. അപ്പോൾ ക്ലാസ് ഒന്ന് തുടങ്ങുമ്പോൾ ക്ലാസ് തുടങ്ങിയാൽ അവിടെ വിജയിക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യം. കാരണം അവിടെ അങ്ങനത്തെ ഒരു ചുറ്റുപാടായിരുന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഡാൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല. എൻ്റെ വീട്ടിലറിയാം, കാരണം ഞാൻ ചിലപ്പോൾ ഇവിടെ ഒന്നും അറിയില്ല. ഇപ്പം ഉണ്ടല്ലോ എൻ്റെ അമ്മായിമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. അച്ഛൻ പറയും അത് ഇപ്പോൾ കുട്ടികൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് വരും. ക്ലാസ് കഴിഞ്ഞിട്ട് അവർ ഫ്രണ്ടിൽ
സ്പേസ് ഉണ്ട് അവിടെ. അച്ഛൻ പറയും നിന്റെ ആ മറ്റേ ബാച്ച് പിള്ളേർ ഒരെണ്ണ അരമണിലിരിക്കില്ല കേട്ടോ, വെറുതെ ഒന്ന് കളിക്കാൻ പറയും. എന്ന് വെച്ചാൽ ശരിക്കും അറിയും. അമ്മയ്ക്കും അറിയും ഐറ്റംസ് ഇന്നതാണ്, ഇന്നെ ഏതാ കളിക്കണത്, നീ ഏതാ ഐറ്റം കളിക്കണെന്നൊക്കെ അമ്മ ചോദിക്കും. എന്തായാലും ചേട്ടാ താങ്ക് യു സോ മച്ച്, വാസ് ഫൺ. ഈ പറഞ്ഞ പോലെ നല്ലൊരു ദിവസമായിരുന്നു. ഒരുപാട് സന്തോഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ഒരുമിച്ച്. ഞങ്ങൾക്കും വലിയ സന്തോഷം. മൈൽ സ്റ്റോൺ, ഒരുപാട് മൈലുകൾ ഇനിയും നിങ്ങൾ താങ്ക് യു സോ മച്ച്.